നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. കൊടക്കലിൽ കാണാതായ വയോധികന്റെ മൃതദേഹം ഭാരതപ്പുഴയിൽ നിന്നും കണ്ടെത്തി. സുഹൃത്തുക്കൾക്കൊപ്പം കക്കവാരാൻ ഭാരതപ്പുഴയിലിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. തിരൂർ നിയോജക മണ്ഡലം തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. തിരൂർ നടുവിലങ്ങാടിയിൽ കിണറ്റിൽ വീണ കോഴിയെ രക്ഷപ്പെടുത്തുന്നതിനിടെ അപകടത്തിൽപ്പെട്ട മധ്യവയസ്കനെ സാഹസികമായി രക്ഷപ്പെടുത്തി. പൊതുസ്ഥലത്തെ പ്രചാരണ സാമഗ്രികൾ അടിയന്തരമായി നീക്കം ചെയ്യണമെന്ന് ജില്ലാ കളക്ടർ VR വിനോദ്. വിശദമായ വാർത്തകൾ. തിരുനാവായ കൊടക്കലിൽ കാണാതായ വയോധികന്റെ മൃതദേഹം തിരുനാവായ ബന്ദർകടവ് പരിസരത്ത് നിന്ന് കണ്ടെത്തി. കൊടക്കൽ സ്വദേശി അഴകത്തുകളത്തിൽ അറുമുഖനെയാണ് കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ കാണാതായത്. തിങ്കളാഴ്ച രാവിലെ 7 മണിയോടെയാണ് പ്രദേശവാസികൾ മൃതദേഹം പുഴയിൽ നിന്നും കണ്ടെത്തിയത്. കൊടക്കൽ സ്വദേശി അഴകത്ത് കളത്തിൽ കൃഷ്ണനെയാണ് ഞായറാഴ്ച വൈകിട്ടോടെ കാണാതായത്. വീട്ടിലെ കന്നുകാലികളെ മേയ്ക്കാനായി വീട്ടിൽ നിന്നും പോയതാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ധരിച്ചിരുന്ന മുണ്ടും ഷർട്ടും ബന്ദർകടവ് പരിസരത്ത് കണ്ടതോടെയാണ് പ്രദേശവാസികൾ തിരച്ചിൽ നടത്തിയത്. തിങ്കളാഴ്ച രാവിലെ 7 മണിയോടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. തിരൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിലെത്തിച്ച മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. തങ്കമണിയാണ് ഭാര്യ. സുനിൽകുമാർ, സുമ, സുനിത എന്നിവർ മക്കളും. അനീഷ്, ശിവശങ്കരൻ, അമ്പിളി എന്നിവർ മരുമക്കളുമാണ്. വെട്ടം ന്യൂസ്, തിരൂർ. സുഹൃത്തുക്കൾക്കൊപ്പം കക്കവാരാൻ ഭാരതപ്പുഴയിലിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. കാലടി കാടാഞ്ചേരി വടക്കേപുരക്കൽ നാരായണന്റെയും ഇന്ദിരയുടെയും മകൻ VP പ്രദീപാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് ചമ്രവട്ടം പാലത്തിനടിയിലാണ് അപകടമുണ്ടായത്. പ്രദീപ് അടക്കം 5 പേർ പുഴയിൽ കക്കവാരാൻ ഇറങ്ങിയതായിരുന്നു. കക്കവാരാൻ മുങ്ങുന്നതിനിടെ പ്രദീപിനെ കാണാതായി. ഇതോടെ സുഹൃത്തുക്കൾ അഗ്നിരക്ഷാ സേനയെയും നാട്ടുകാരെയും വിവരമറിയിച്ചു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ 7:45 യുവാവിനെ കണ്ടെടുത്തു. ഉടൻ ആലത്തിയൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു. മൃതദേഹം തിരൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. ഭാര്യ വിസ്മയ, മക്കൾ അനികേത്, ആയുഷ്. വെട്ടം ന്യൂസ്, ചമ്രവട്ടം. UDF തിരൂർ നിയോജക മണ്ഡലം തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ അഡ്വക്കേറ്റ് KA പത്മകുമാർ അധ്യക്ഷത വഹിച്ചു. തിരൂർ റിംഗ് റോഡ് പരിസരത്ത് UDF തിരൂർ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തിച്ചു തുടങ്ങി. പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. അവിടെ പുറത്തുനിന്ന് കേന്ദ്രീകരിച്ചിരുന്നത് ഇവിടെ. അതുകൊണ്ട് തന്നെ തിരൂർ ആസ്ഥാനമായിരുന്ന ഈ ഒരു UDF ഓഫീസ് മണ്ഡലത്തിൽ മാത്രമല്ല നമുക്ക് സ്വകാര്യ സ്ഥാപനത്തിനെ എത്രത്തോളം ഭൂരിപക്ഷം കൂട്ടാൻ സാധിക്കുമോ അത്രത്തോളം ഭൂരിപക്ഷം കൂട്ടി മികച്ച രീതിയിൽ അദ്ദേഹത്തെ സംരക്ഷിക്കുക എന്നതാണ് നമ്മുടെ ചോദിക്കുന്നത്. ഏപ്രിൽ 26-നാണ് ഇലക്ഷൻ ഇന്നലെ പ്രഖ്യാപിച്ചത്. ഇനി കുറേ നാളുകൾ മാത്രമേ ഉള്ളൂ. 40 ചുവടെയുള്ളൂ. ഈ കഴിഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഇതൊക്കെ സ്ഥാനാർത്ഥികളായവർക്കും എത്താൻ സാധിക്കും.
ഒരുപാട് പരിമിതികളുണ്ട്. UDF ചെയർമാൻ അഡ്വക്കേറ്റ് കെ പത്മകുമാർ അധ്യക്ഷത വഹിച്ചു. കുറുക്കോളി മൊയ്തീൻ MLA, അബ്ദുൾ റഹ്മാൻ രണ്ടത്താണി, കൊക്കോടി മൊയ്തീൻകുട്ടി ഹാജി, PC ഇസ്ഹാഖ്, P രാമൻകുട്ടി, ഗോപാലകൃഷ്ണൻ, യാസർ പൊട്ടച്ചോല, KP അസീസ്, മയ്യേരി കുഞ്ഞുമുഹമ്മദ്, മൊയ്തുഷ മാലപ്പറമ്പിൽ, മൻസൂർ പുല്ലൂർ, അസീസ് മാവുംകുന്ന്, നൌഷാദ് പരന്നേക്കാട്, നഗരസഭാ കൌൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. തിരൂർ നടുവിലങ്ങാടിയിൽ കിണറ്റിൽ വീണ കോഴിയെ രക്ഷപ്പെടുത്തുന്നതിനിടെ അപകടത്തിൽപ്പെട്ട മധ്യവയസ്കനെ തിരൂർ ഫയർഫോഴ്സ് സാഹസികമായി രക്ഷപ്പെടുത്തി. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് സംഭവം. നടുവിലങ്ങാടി സ്വദേശി പപ്പടക്കാരകത്ത് കാശിനാഥനാണ് അപകടത്തിൽപ്പെട്ടത്. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് കിണറ്റിൽ വീണ കോഴിയെ രക്ഷപ്പെടുത്തുന്നതിനിടെ നടുവിലങ്ങാടി സ്വദേശി പപ്പടക്കാരകത്ത് കാശിനാഥൻ അപകടത്തിൽപ്പെട്ടത്. 60 അടിയോളം താഴ്ചയുള്ള കിണറ്റിലാണ് കാശിനാഥൻ അപകടത്തിൽപ്പെട്ടത്. തുടർന്ന് തിരൂർ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയായിരുന്നു. അവിടെ നോക്കണോ ഒന്ന് പൊക്കി കൊടുക്കും. ഗോപേട്ട തിരൂർ ഫയർ സ്റ്റേഷൻ ഓഫീസർ ബിജു, സീനിയർ ഫയർ ഓഫീസർ ഗിരീശൻ, ഫയർ ഓഫീസർമാരായ സജിത്ത്, നാരായണൻകുട്ടി, സുരേഷ് കുമാർ, ഗോപി, ദിനേശൻ എന്നിവരാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. വെട്ട ന്യൂസ് തിരൂർ. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തെ തുടർന്ന് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിനാൽ പൊതുസ്ഥലത്ത് പ്രദർശിപ്പിച്ച ബാനറുകൾ, പോസ്റ്ററുകൾ, ബോർഡുകൾ എന്നിവ 24 മണിക്കൂറിനകം അതത് രാഷ്ട്രീയ പാർട്ടികൾ, സംഘടനകൾ സ്വമേധയാ നീക്കം ചെയ്യണമെന്ന് ജില്ലാ ഇലക്ഷൻ ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ VR വിനോദ് അറിയിച്ചു. മനസ്സിലാക്കേണ്ട കുറച്ച് ദിവസമേ ഉള്ളൂ നോമിനേഷൻ കൊടുക്കാനെന്നുള്ളത് ആലോചിക്കണം. 28, 29 ഹോളിഡേ ആണ്. ഞായറാഴ്ച നോമിനേഷൻ വായിക്കില്ല, അവധി ദിവസങ്ങളിൽ നോമിനേഷൻ വായിക്കില്ല. വർക്കിംഗ് ഡേയ്സ്, പിന്നെ 30-ാം തീയതി വർക്കിംഗ് ഡേ ആണ്. കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. 11 മുതൽ 3 മണി വരെയുള്ള സമയത്ത് 3 മണി കഴിഞ്ഞ ഒരു കാരണവശാലും നോമിനേഷൻ വായിക്കാൻ പാടില്ല. നമുക്ക് നോമിനേഷൻ സമർപ്പിക്കേണ്ട അവസാന തീയതി 4/4, 5-ാം തീയതിയാണ് അതിൻ്റെ സ്ക്രൂട്ടിനി, 8-ാം തീയതി പിൻവലിക്കാനുള്ള അവസാന ദിവസമാണ്. അന്ന് തന്നെ നമ്മൾ കണ്ടസ്റ്റിംഗ് കാൻഡിഡേറ്റിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കി. കൗണ്ടിങ് കുറച്ച് സമയമുണ്ട്, 6/4. നിശ്ചിത സമയപരിധിക്കകം നീക്കം ചെയ്തിട്ടില്ലെങ്കിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം നടപ്പാക്കുന്നതിനുള്ള ആന്റി ഡിഫേഴ്സ്മെന്റ് സ്ക്വാഡ് മുന്നറിയിപ്പ് കൂടാതെ അത്തരം പ്രചാരണ സാമഗ്രികൾ നീക്കം ചെയ്യും. ചെലവുകളുടെ കണക്ക് അതത് സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് ചെലവിൽ കണക്കിൽ ഉൾപ്പെടുത്തണമെന്നും ജില്ലാ ഇലക്ഷൻ ഓഫീസർ അറിയിച്ചു. വെട്ട ന്യൂസ് മലപ്പുറം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.